ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വരയ്ക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വാഴ ഫിലിമിലെ ഹാഷിറാൻ ടീമിനെയാണ്. 4 പേര് ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ടെങ്കിലും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ കിട്ടാൻ ഇച്ചിരി ഞാൻ കഷ്ടപ്പെട്ടു. ഒടുവിലെ ഹാഷിറിന്റെ തന്നെ ഏതോ ഒരു ഫാൻ പേജിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയത്. ആദ്യം തന്നെ കിട്ടിയ ഫോട്ടോയെ ഞാൻ പെൻസിൽ സ്കെച്ച് എന്ന ആപ്പിലോട്ട് കയറ്റി ഈ ഒരു വരയ്ക്കാൻ പറ്റുന്ന കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. മുന്നേ ഞാൻ വരച്ചിട്ടിരുന്ന വീഡിയോയിൽ സ്കെയിൽ വെച്ച് അളന്നാണ് ഞാൻ വരയ്ക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഞാനിതൊരു ലോങ് വീഡിയോ ആക്കി ഇടുന്നത്. ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല. ആദ്യം തന്നെ നമുക്ക് വരയ്ക്കേണ്ട അളവിനനുസരിച്ച് ഞാൻ ഫോണിൽ ഫോട്ടോ സൂം ചെയ്ത് വെക്കും. ഇവിടെ 4 പേരുള്ളത് കൊണ്ടും പിന്നെ ഒറ്റ പേജിൽ തന്നെ നമ്മൾ സംഭവം ഒതുക്കേണ്ടതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങോട്ട് വലുതായിട്ട് സൂം ചെയ്യുന്നില്ല. ഒരു മീഡിയം പരുവത്തിലാണ് ഞാൻ ഇവരുടെ ഫോട്ടോസ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും ഫേസ് ഞാൻ ഫോണിൽ എടുക്കുന്ന അതേ അളവിന് തന്നെ നമ്മുടെ ബുക്കിലോട്ടും അത് മാർക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ആ കുത്തുകൾ യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഫോണിൽ കാണുന്ന അതേ അളവിന് തന്നെ ബുക്കിൽ മാർക്ക് ചെയ്തു എന്നും പറഞ്ഞ് ഫോട്ടോ അതുപോലെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പിന്നെ ഫോണിൽ നോക്കി ഫോട്ടോയിലുള്ള ഒടിവും ചതവും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഈ ഒരു മെത്തേഡ് കാരണം കുറച്ച് പെർഫെക്ഷനോട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വെറൊരു വിശ്വാസം മാത്രമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പൂവും മലയും വീടും മാത്രം വരച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഇനി ഞാൻ വരച്ചുകൊണ്ടിരുന്ന പടത്തിലേക്ക് വരാം. വിനായക് ബ്രോയുടെ ഫോട്ടോയാണ് ഞാൻ ആദ്യം വരച്ചത്. അതിൻ്റെ അടുത്തായിട്ട് നിന്നത് ഹാഷിർ ബ്രോയാണ്. അപ്പം ഞാൻ ആളുടെ ഫേസ് ഒക്കെ ഒന്ന് വരയ്ക്കുവാണ്. വരച്ച് ഇത്ര എത്തിയപ്പോഴാണ് ഈ പേജിൽ 4 പേര് ഉൾക്കൊള്ളുമോ എന്ന് എനിക്കൊരു സംശയം വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഔട്ട്ലൈൻ പോലെ എല്ലാവരുടെയും ഫേസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു പോകാമെന്ന്. അപ്പം നമുക്ക് പേജിൻ്റെ ഏതുവരെയൊക്കെ ഫോട്ടോ എക്സ്റ്റെൻഡ് ആവും എന്നുള്ളത് നമുക്കൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് വരുന്നത് അലൻ ബ്രോയുടെ ഫോട്ടോയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും വരയ്ക്കാൻ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ട ഫോട്ടോ അലൻ ബ്രോയുടെ ഫോട്ടോയാണ്. ഈ ഫോട്ടോയിൽ ഫേസ് കുറച്ച് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അളവൊക്കെ എടുത്ത് വരയ്ക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം അതേ ചരിവ് തന്നെ ഇവിടെ വരണം എന്നില്ല. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഈ ഒരു ഫോട്ടോ വരച്ചപ്പോഴാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ അജിൻ ബ്രോയുടെ ഫോട്ടോയും വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ നല്ല ചൂടുള്ള ബുൾസ ഉണ്ടാക്കിക്കൊണ്ട് തന്നത്. പിന്നെ ബാക്കി എന്തെങ്കിലും കഴിച്ചിട്ടാവാന്ന് വിചാരിച്ച് ഞാൻ ചൂടോടെ ബുൾസ എടുത്ത് കഴിക്കുവാണ്. ഫോർക്കിൽ കുത്തിയെടുക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ പണ്ടാരം വരുന്നില്ല. പിന്നെ ഫോർക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ചൂടോടെ തന്നെ അത് കയ്യിൽ കോരി എടുത്ത് കഴിച്ചു. മഞ്ഞക്കരി കളയാതെ എടുക്കണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ എന്നെ കൊണ്ട് അത് നടക്കൂല. അങ്ങനെ അതൊക്കെ കഴിച്ച് കൈ കഴുകി വന്നതിന് ശേഷമാണ് ബാക്കി ചിത്രരചന തുടർന്നത്. 4 പേരുടെ ഫേസും മാർക്ക് ചെയ്ത് വരച്ചെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ പേജിനകത്ത് തന്നെ സംഭവം നിൽക്കുന്നുണ്ട്. പിന്നെ വരച്ചു നിർത്തി അവിടെ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ് വീണ്ടും. ഒരാളുടെ ഫേസ് വരയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് ആളുടെ കണ്ണ് വരച്ച് കഴിയുമ്പോൾ ഈ പടം എത്രത്തോളം കറക്റ്റ് ആവും അല്ലെങ്കിൽ എത്രത്തോളം പെർഫെക്റ്റ് ആവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഇത് എത്രത്തോളം കറക്റ്റ് ആണ്, എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ നോക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത സംഭവമാണിത്. കണ്ണ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തുടർന്ന് ആ ഫോട്ടോ വരച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പം ഞാൻ അജിൻ ബ്രോയുടെ ഫോട്ടോ വരയ്ക്കുമ്പോൾ എനിക്ക് കണ്ണ് വരച്ചപ്പോൾ തന്നെ ഏകദേശം ഈ ഒരു ഫോട്ടോ ഒരു കറക്റ്റ് ലുക്കിൽ തന്നെ കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. കണ്ണ് വരച്ചതിന് ശേഷം ഞാൻ ഹെയറൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുവാണ്. അതുപോലെ തന്നെ താടിയുടെ പോർഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുവാണ്. മുന്നത്തെ സൂപ്പർ ഹീറോയുടെ ഫോട്ടോ വരച്ച് അതേ ക്യാൻവാസ് പെയിന്റിംഗ് പാഡിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ഫോട്ടോയും വരയ്ക്കുന്നത്. പക്ഷേ 4 പേരുള്ളത് കൊണ്ട് തന്നെ സൂപ്പർ ഹീറോയുടെ ഫാമിലി വരച്ച അത്രയും ഒരു വലിപ്പത്തിനല്ല ഞാൻ ഈ ഒരു ഫോട്ടോ വരയ്ക്കുന്നത്. ഈ ഒരു ഷീറ്റിൽ നമ്മൾ ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഒരു വളവും തിരിവും ഒക്കെ വരാൻ ഇച്ചിരി പാടുണ്ട്. നേരെ ഞാൻ ഹാഷിർ ബ്രോയുടെ ഫോട്ടോയിലേക്ക് തന്നെ വീണ്ടും വന്നു. അത് ഫേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നടുക്ക് നമ്മുടെ അലൻ ബ്രോ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയത് ആ ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലാസ്റ്റാണ് ഞാൻ അലൻ ബ്രോയുടെ ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് വരച്ചെടുത്തപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫേസ് ആയിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയതുപോലെ തോന്നി. ഈ ഒരു ഷീറ്റ് നമ്മൾ കറുപ്പിച്ച് കഴിഞ്ഞാൽ മായ്ച്ചെടുക്കാനും കുറച്ച് പാടാണേ. എത്ര പേരുണ്ടെങ്കിലും നമുക്ക് ഫേസ് ഒക്കെ വരച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ ചടപടേന്ന് അങ്ങ് നടന്നോളും. ഇവിടെ ഇപ്പം ഞാൻ 4 പേരുടെയും ഫേസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി. ഞാനിപ്പോൾ ഒരു ഫുൾ ഫോട്ടോ ഒന്നും വരയ്ക്കുന്നില്ല, ഏകദേശം ഒരു ഹാഫൊക്കെ ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഷീറ്റിൽ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഫുൾ ഫോട്ടോ വരയ്ക്കാത്തത്. എൻ്റെ സമയപരിധി കൊണ്ടാണ് ഞാനിങ്ങനെ ഹാഫിൽ വെച്ച് എൻ്റെ ഫോട്ടോസൊക്കെ വരച്ച് നിർത്തുന്നത്. കാരണം ഇതിൽ 4 പേരുള്ളത് കൊണ്ട് തന്നെ പതിവിലും സമയം എടുത്തിട്ടാണ് ഞാനിത് വരച്ചെടുക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ അത്രയും എളുപ്പവും പെട്ടെന്നും ഒന്നും അല്ല വരച്ചെടുക്കുന്നത്. ഒരുപാട് സമയം എടുക്കും. ഫേസിൽ മാത്രമേ ഞാൻ കറക്റ്റായിട്ടൊരു അളവും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കാണുന്ന എൻ്റെ ഒരു കാഴ്ചയിൽ തന്നെയാണ് വരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ വരച്ച് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെൻസിൽ സ്കെച്ച് എന്ന ആപ്പ് ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഷെയ്ഡും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇങ്ങനത്തെ ഡിസൈൻ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഞാൻ അളവൊക്കെ നോക്കാറുണ്ട്. പിന്നെ ബാക്കി ഷെയ്ഡൊക്കെ ഞാൻ കാണുന്ന രീതിക്ക് തന്നെ വരച്ചെടുക്കും.
ഇതിൽ ഞാൻ വരയ്ക്കുന്ന കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഇങ്ങനെ സ്പീഡിൽ വരയ്ക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ കൊതിയാവുന്നു ഞാൻ ഇങ്ങനെ വരച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ എൻ്റെ അധ്വാനത്തിന്റെ ഫലമാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സംഭവം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കണ്ണിൽ 4 പേരും നല്ല പെർഫെക്റ്റ് ആണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.